എല്ലാ നല്ല മനസ്സുകൾക്കും നിങ്ങൾ രണ്ടുപേരുടെയും നമസ്കാരം. രവിയേട്ട, നമുക്കിന്ന് കളിയച്ഛൻ്റെ സൗന്ദര്യ പൂജ ഞാൻ അതിന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പ്രകൃതിയിലൂടെ മൂകാംബിക ദേവിയെ അല്ലേ അങ്ങനെ ദർശിക്കുന്ന അങ്ങനെയല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ തന്നെ പറയണം. അതിനെക്കുറിച്ച് പ്രകൃതിവാസനയിലൂടെ ദേവീ ദർശനം. സൗന്ദര്യ പൂജ കവിയുടെ വളരെ സുന്ദരമായ ഒരു കവിതയാണ്. അത് പ്രകൃതിയിലൂടെ ദേവി ഉപാസന നടത്തുകയാണ് കവി. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതെ അതെ. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ദേവി, പക്ഷെ ഈ കവിതയുടെ അവസാന ഭാഗം വരുമ്പോഴേക്കാണ് ആ ദേവിയെ കുറിച്ച് ആ ഒരു വർണ്ണന വരുന്നത്. ആദ്യം നമ്മൾ അത് കേൾക്കുമ്പോൾ ഇത് എങ്ങോട്ടോ പോകുന്ന പോലെ ചിങ്ങമാസം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ അത്ഭുതകരമാണ്. പ്രകൃതിയിലൂടെ ആ മാറ്റം കൊണ്ട് നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ്വജീവജാലങ്ങളെയും മനുഷ്യവൽക്കരിക്കുകയാണ്. അതിനൊക്കെ മനുഷ്യ രൂപം കൊടുക്കുകയാണ് കവി ചെയ്യുന്നത്. ഏതുപോലെയാണോ മനുഷ്യരോട് അതുപോലെയാണ് കവി പ്രകൃതിയോടും പെരുമാറുന്നത്. അവയൊക്കെ ജീവൻ ഉള്ളായിത്തീരുകയാണ്. മരം മുറിഞ്ഞു വീഴുമ്പോൾ പുലയായി എന്ന് ചൊല്ലുവോ, അങ്ങനെ ഒരു വരിയുണ്ട്. ഒരു മരം മുറിഞ്ഞാൽ മതി, അയ്യോ നമുക്ക് പുലയായല്ലോ എന്ന് പറയുന്നുള്ളൂ. അപ്പൊ എവിടെ എത്തി? അത്രയും അതിനുപോലും ജീവനുള്ളതാണ് എന്നുള്ളതാണ്. ജീവനുള്ള മനുഷ്യരെ പോലെ തന്നെ പ്രകൃതി മുഴുവനും എന്നാണ്. കവിയുടെ ഏത് കവിതയും നമുക്ക് വിവരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കവിത ആസ്വദിക്കാനുള്ളതാണ്, വിവരിച്ച് അപ്പൊ നമുക്കത് ചൊല്ലിത്തുടങ്ങാം. പക്ഷെ വരികൾ ഇത് അനുഷ്ടുപ്പ് വൃത്താണ്. കവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃത്തമാണ് അനുഷ്ടുപ്പ്. നരവലിയൊക്കെ അനുഷ്ടുപ്പ് വൃത്താണ്. അതാണ് പിന്നെ ശ്ലോകം പോലെ പാടി തുടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ പാടുമ്പോഴേക്ക് അതിനൊരു ഭംഗി കിട്ടും തോന്നുന്നു. ഒരുപാട് വരികളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വരികൾ മാത്രം തുടർച്ചയായിട്ട് പിന്നീട് ഒരു പ്രാവശ്യം അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് എടുക്കണ്ട, ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പോ കുളിച്ചു പൂപ്പൊലിപ്പാട്ടി വിളിച്ചു മലനാടിനെ ഒളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ പറന്നുപോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിലോണപ്പൂക്കുമ്പിളേന്തിയ സന്ധ്യകൾ കാവി മണ്ണിഴുകും കൊമ്പ് കുലുക്കിത്താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ കണ്ണീരണിഞ്ഞു ഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയോണ വെണ്ണിലാവണിരാവുകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്തു നിൽക്കയാം പെരുമാളുടെ പൊന്നോണ വില്ലു ചൂടിയ തുമ്പകൾ. തുമ്പപ്പൂക്കളാണ് യാത്ര കേൾക്കുന്നത്. ഇതിനൊക്കെ മാനവവൽക്കരണം, മനുഷ്യവൽക്കരണം നടക്കാറുണ്ട്. ജീവനുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക്. പൂക്കളാണ് ചോദിക്കുന്നത്, ഞങ്ങൾ പോയിക്കോട്ടെ യാത്ര ചോദിക്കുന്ന അതേ തരത്തിലുള്ള താരുണ്യം കുമ്പിടും മാറു തുളുമ്പിക്കറ്റവാർ കുഴലഴിഞ്ഞു പൂങ്കവിൾ തട്ടിലഴകിന്നിതൾ ചിന്നിയും. ബാക്കി ഭാഗം പിന്നെ രവിയേട്ടന്റെ നാവിൽ നിന്ന് കേൾക്കാനുണ്ടാകണം. ഞാനിത് വായിക്കാം. അഞ്ജനക്കൺകോണിൽ നിന്ന് നീലരത്താപതൂവിയോ നിശ്വാസവായുവിൽ ശുദ്ധി സൗരഭങ്ങൾ പരത്തിയും പൂനിലാവിൽ മുങ്ങി നീളും അമ്പലപ്പൂ പോലവേ
മലഞ്ചെരുവില പുള്ളിമാൻ കിടാവെന്ന പോലെ കസ്തൂരി കുറിപൂശുന്ന ഒരു പ്രധാനപ്പെട്ട അതിന്റെ അർത്ഥം വരുന്നത് കവിയുടെ അർത്ഥം അർത്ഥം പറയുന്നത് അയ്യോ അതൊക്കെ വലിയ ദുഷ്കരമായ പണിയാണ്. എന്നെ കൃഷ്ണവാര് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിരാമൻ നായരെ കവിതയിലേക്ക് അടക്കം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ എളുപ്പത്തിൽ പാൽ ചുരത്തിത്തരുന്ന പശുക്കളല്ല കുഞ്ഞിരാമൻ നായർ കവിതകൾ. അങ്ങനെയുണ്ട്. നമ്മള് ഒരു വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്ന പോലെയാണ്. വനം ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ. അതുപോലെയാണ് കുഞ്ഞിരാമൻ നായർ കവിത. അർത്ഥം പറഞ്ഞാൽ അനർത്ഥമായി പോകുന്നുള്ള കേട്ട് കസ്തൂരി കുറിപൂശുന്ന വരമ്പിൻ വക്കിലൊക്കെയും കാൽവിറപ്പിനാൽ പൂനിരത്തെ രമ്യ ശാരദ കന്യക വെണ്മയിലും കന്നിവാനിൽ ചുറ്റിപ്പറക്കവേ പൂമണിച്ചിറകൾ കാറ്റിലാടി സൗഭകം നിശതൻ ഖണ്ഡകാവ്യങ്ങൾ തിരുത്തും സൂര്യരശ്മികൾ നിർമ്മിച്ചു ഭൂവനിൻ മുമ്പാൽ ഭാവനാമണിപത്തനം. ഏതാണ്ടൊക്കെ നമുക്ക് അർത്ഥം പറയാൻ തോന്നുന്നു. പക്ഷെ ആ കാണുന്നതല്ല അതിന്റെ അർത്ഥം, അതിന് അപ്പുറത്ത് പിയുടെ മനസ്സിലുള്ള അർത്ഥം ചിലപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും അപ്പുറം. ഒരു സ്ഥലത്ത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല എപ്പോഴും, കവിയുടെ കുറെ പുസ്തകങ്ങളുടെ പ്രകാശനമായിരുന്നു. അപ്പൊ അതിലൊരു പുസ്തകം നീരാഞ്ജനം എന്നാണ് പുസ്തകത്തിന്റെ പേര്. നീരാഞ്ജനം പുസ്തകത്തിന്റെ പ്രകാശനം തന്നു. കുറെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ മലയാളത്തിൽ കവിയുടെ പുസ്തകങ്ങൾ കിട്ടാനേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത് അങ്ങനെ ഈ പുസ്തകം നീരാഞ്ജനം എന്ന് പറഞ്ഞ പുസ്തകം വന്നു. അപ്പോൾ ഒരുപാട് സാഹിത്യന്മാരോടൊക്കെ ചുറ്റുപാട് ഇരിക്കുന്നുണ്ട്. പത്രക്കാർ ചോദിച്ചു, ഈ നീരാഞ്ജനം എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. ആർക്കും കാര്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞത് നീരാജനം എന്നായിരിക്കാം. നീരാജനം അങ്ങനെ വാക്കുണ്ട്, നീരാഞ്ജനം ഇല്ലാന്ന്. അപ്പൊ എല്ലാവരും വിചാരിച്ചു എന്നാൽ കവിക്ക് ചെറിയൊരു പാളിച്ച പറ്റിയതായിരിക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ മൂകാംബി പോയപ്പോൾ ഇത് വളരെ സാർവത്രികമായ ഒരു പദമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ വളരെ അമ്പലങ്ങളിൽ ഇത് വളരെ സാർവത്രികമായ ഒരു പദമാണ് നീരാഞ്ജനം. ആ നീരാഞ്ജനമാണ്. ശരി, നമുക്ക് ഇന്ന് ഇത്രയും നമ്മുടെ സമയപരിധി. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മള് അടുത്ത ഭാഗങ്ങളായിട്ട് നിങ്ങളെ കൂടെ ഇരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന തന്നെ കേൾക്കുമ്പോ തന്നെ മഹാഭാഗ്യാണ്. അത് നിങ്ങൾ കാരണം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പുത്രനായ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് മഹാഭാഗ്യം. ബാക്കിയല്ലേ എന്നെ സംബന്ധിച്ചോളം ഭാഗ്യക്കേടുകളായിരുന്നു. എങ്കിലും ഞാൻ സാറിന് എവിടെ പോയാലും പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാല് അങ്ങനെയുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. പക്ഷേ മറ്റ് പല പല ഭാഗ്യങ്ങളും എനിക്ക് നിഷേധിക്കപ്പെട്ടത് ഒരു പക്ഷേ ഈ മഹാഭാഗ്യത്തിന് ഞാൻ പാത്രീഭൂതനായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ എത്ര മതിയെന്ന് പറഞ്ഞ ദിവസമായി. അങ്ങനെ വളരെ സന്തോഷം.